Module 1 Pronunciation Part 2. Topics to be discussed: Vowels and consonants. Vowels in English. All the sounds during the articulation of which the air from the lungs escapes through the mouth freely without any friction are called vowels. Here we have to understand how the speech sounds are produced. എങ്ങനെയാണ് സ്പീച്ച് സൗണ്ട്സ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സ്പീച്ച് സൗണ്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ലങ്സ്. ലങ്സിൽ നിന്നുമാണ് സ്പീച്ച് സൗണ്ട്സുകൾ ഉണ്ടാകുന്നത്. ഈ ലങ്സിൽ നിന്നും ശ്വാസകോശങ്ങളിൽ നിന്നുമുള്ള സ്പീച്ച് സൗണ്ട്സ്, അതിൽ നിന്നും ശബ്ദങ്ങൾ പുറത്തോട്ട് വരുന്ന സമയത്ത് നമ്മളത് ഉച്ചരിക്കുന്ന സമയത്ത് ഒരു ഫ്രിക്ഷനും ഇല്ലാതെ, ഒരു ഒബ്സ്ട്രക്ഷനും ഇല്ലാതെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട്, വളരെ സ്മൂത്ത് ആയിട്ട് ശബ്ദങ്ങൾ പറയാൻ കഴിയുന്നുണ്ട് എങ്കിൽ അതിനെയാണ് വോവൽസ് എന്ന് പറയുന്നത്. How can you identify vowels and consonants? It is very easy to identify vowels and consonants via a test. ഒരു ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് വളരെയധികം ഈസി ആയിട്ടത് മനസ്സിലാക്കാം. When we produce certain sounds in English, I ask you to put your finger on the throat. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വിരല് ത്രോട്ടിലിൻ്റെ അവിടെ നിന്ന് വെച്ച് നോക്കുക. If you hear or if you feel vibration, of course it's a consonant sound. If you do not feel any vibration ഒന്നുമില്ല എങ്കിൽ it is vowel sounds. അത് വോവൽ സൗണ്ട്സുകളാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണത്തിന് ബാഗ്, ക്യാറ്റ്, മൗസ്, സ്കൂൾ ഇത്തരം വാക്കുകളൊക്കെ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫിംഗർ ത്രോട്ടിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ we won't be able to hear friction or we won't be able to feel obstruction in the throat. ത്രോട്ടിൽ നമുക്ക് ഒബ്സ്ട്രക്ഷൻ ഒന്നും ഉണ്ടാവില്ല. വളരെ സ്മൂത്തായിട്ട് ശബ്ദങ്ങൾ പുറത്തോട്ട് വരുന്നത് കാണാം. ഇത്തരം ശബ്ദങ്ങളെയാണ്, ഫ്രിക്ഷൻ ഇല്ലാതെ വരുന്ന ശബ്ദങ്ങളെയാണ് വോവൽസ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾ സൗണ്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ലങ്സ്. എല്ലാ ശബ്ദങ്ങളും ലങ്സിൽ നിന്നുമാണ് വരുന്നതും. സോ സിംപ്ലി, വാട്ട് ഈസ് മെൻ ബൈ വോവൽസ്? ഡിഫൈൻ വോവൽസ്. വോവൽസ് ആർ all the sounds during the articulation of which the air from the lungs escapes through the mouth freely without any friction are called vowels. എല്ലാ ശബ്ദങ്ങളും, ഈ ശബ്ദങ്ങൾ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്വാസകോശത്തിൽ നിന്നുമുള്ള അഥവാ ലങ്സിൽ നിന്നുമുള്ള ശബ്ദങ്ങൾ, എയർ വളരെ ഫ്രീ ആയിട്ട് ഒരു ഫ്രിക്ഷനും ഇല്ലാതെയാണ് നമ്മൾ പുറത്തോട്ട് വരുന്നതെങ്കിൽ, വായിലൂടെ സംസാരങ്ങളായിട്ട് പുറത്തോട്ട് വരുന്നതെങ്കിൽ അത്തരം ശബ്ദങ്ങളെ നമ്മൾ വോവൽസ് എന്ന് പറയുന്നു. And vowels are again classified into two: monophthongs or pure vowels, then diphthongs. There are 20 vowels there in English. ഇംഗ്ലീഷിൽ 20 vowels ആണെന്ന് നമ്മൾ പറയുകയുണ്ടായി. Out of the 20, there are 12 pure vowels and 8 diphthongs. 20 വോവൽസിൽ 12 മോണോഫ്തോങ്സും അഥവാ പ്യുവർ വോവൽസും 8 ഡിഫ്തോങ്സുമാണെന്ന് നമ്മൾ പറഞ്ഞു. മോണോഫ്തോങ്സ് മീൻസ് ഇറ്റ് കോൺസിസ്റ്റ്സ് ഓഫ് എ സിംഗിൾ സൗണ്ട്. മോണോഫ്തോങ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു വോവൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഡിഫ്തോങ്സ് മീൻസ് ദേ ആർ ദ കോമ്പിനേഷൻ ഓഫ് 2 വോവൽസ്. 2 വോവലുകൾ കൂടി ചേരുന്നതിനെയാണ് ഡിഫ്തോങ്സ് എന്ന് പറയുന്നത്. മോണോ മീൻസ് 1. മോണോ എന്ന് പറയുമ്പോൾ 1 എന്നാണ് അർത്ഥം വരുന്നത്. സോ മോണോഫ്തോങ്സ് മീൻസ് ഓൺലി എ സിംഗിൾ സൗണ്ട്, ഓൺലി 1 വോവൽ വിൽ ബി ദർ. ഒരു വോവൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഡിഫ്തോങ്സ് മീൻസ് ഡൈ. ഡൈ മീൻസ് 2. സോ
ദിസ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ടു വോവൽസ്. രണ്ട് വോവലുകൾ കൂടി ചേർന്നതാണ് ഡിഫ്തോങ്സ്. പ്യൂർ വോവൽസ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഭാഷയിലെ പ്യൂർ വോവൽസ് 12 പ്യൂർ വോവൽസ്, 12 പ്യൂർ വോവൽസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഈ ദ വെരി ഫസ്റ്റ് വൺ, ഒന്നാമത്തെ ശബ്ദം എന്ന് പറയുന്നത് ഇ എന്നാണ്. യു മേ നോട്ട് ദാറ്റ് ഹൗ ഈസ് ഇറ്റ് റിട്ടൺ, ഹൗ ഈസ് ഇറ്റ് ട്രാൻസ്ക്രൈബ്ഡ്, അതെങ്ങനെയാണ് ട്രാൻസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾ നോക്കുക. E as in sheep. In the word sheep, there are an underlined phonemes. The sound E. Sheep എന്നുള്ള വാക്കിലെ ഡബിൾ ഇ എന്നുള്ള ലെറ്ററുകളെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആ സൗണ്ടാണ് നമ്മൾക്ക് മുകളിൽ കാണുന്നത്. ഷീപ്പ്, that is E. Second one, ship. In the very next word, ship, the underlined letter is E. E എന്നുള്ള ലെറ്റർ ആണ് അതിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. ആ ഇ എന്നുള്ള ലെറ്റർ എന്ത് സൗണ്ടിനാണ് സൂചിപ്പിക്കുന്നത്? ഈ സൗണ്ടിനാണ് അത് സൂചിപ്പിക്കുന്നത്. ഷിപ്പ്, ഷിപ്പ്, ഇ, ഇപ്പ്. സോ that letter signifies E. E, E. Then good. Good എന്നുള്ളതിലെ the letters double O. രണ്ട് O എന്നുള്ള ലെറ്ററുകൾ സൂചിപ്പിക്കുന്നത് ഉ എന്നുള്ള ശബ്ദത്തെയാണ്. അപ്പോൾ ആ ലെറ്റർ പറയുന്നത് ഉ എന്നാണ്. Good. The same process continues. Shoot. Double O signifies U. Bet. The underlined letter E signifies the sound A. Bet. A. Teacher. Teacher. The underlined letters E R. Teacher എന്നുള്ളതിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ലെറ്റേഴ്സ് ആയിട്ടുള്ള ഇ ആർ എന്നുള്ളത് ശബ്ദത്തെയാണ് സൂചിപ്പിക്കുന്നത്. ടീച്ചർ, ടീച്ചർ എന്നല്ല, ടീച്ചർ, teacher. Then bird. Bird. I R എന്നുള്ളത് letters I and R അതെന്തിനെ സൂചിപ്പിക്കുന്നു? എ ശബ്ദത്തെയാണ്. Then door, cat, up, far, on. You see the last pure vowel on. On എന്നുള്ളത് ആ ലെറ്റർ എന്തിനെ സൂചിപ്പിക്കുന്നു? ആ സൗണ്ട് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓ, ഓൺ. സോ ദീസ് ആർ ദ 12 പ്യൂർ വോവൽസ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ലാംഗ്വേജിലെ 12 പ്യൂർ വോവൽസ് ആണത്. ദ വെരി ഫസ്റ്റ് വൺ ഇ, ദെൻ ഇ, ഉ, ഊ, എ, എ, ഓ, എ, A, A, O. Then I told you 20 vowels are categorized into two. The first one 12 monophthongs. 12 monophthongs എന്നായിരുന്നു. അത് നമ്മൾ കുറച്ച് മുന്നേ ഇപ്പോൾ കണ്ടു. ഇനിയുള്ളത് 8 diphthongs. 8 diphthongs ആണുള്ളത്. Diphthongs എന്ന് പറയുമ്പോൾ മോണോഫ്തോങ്സ് പോലെയല്ല. മോണോഫ്തോങ്സിൽ ഓരോ വോവലുകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഡിഫ്തോങ്സിൽ ദർ ആർ ദ കോമ്പിനേഷൻ ഓഫ് അമാൽഗമേഷൻ ഓഫ് 2 വോവൽസ്, 2 വോവൽസുകൾ കൂടി ചേർന്നിട്ടുണ്ട്. നോക്കൂ, ഡിഫ്തോങ്സ്. യു സി ദ വെരി ഫസ്റ്റ് വൺ എ എന്നാണ് പ്രൊനൗൺസിയേഷൻ. ദ സൗണ്ട് എ. അതെങ്ങനെ മനസ്സിലാക്കാം? യു ക്യാൻ റീഡ് ദാറ്റ് വേർഡ്. ആ വാക്ക് നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാം. TAKE. How it can be articulated. അതെങ്ങനെയാണ് ഉച്ചരിക്കുന്നത്? Take. Take. So the diphthong gives A. A. Take. A.
Next one, I. In the word buy. Buy. I. Buy. I. Third one, oi. Oi as in the word boy. Boy എന്നുള്ള articulate ചെയ്ത് നോക്കൂ. Boy. Oi. Then ear as in the word fear. Fear എന്നാണ് വാക്ക്. Fear എന്ന് നമ്മൾ എഴുതുന്നത്. Fear. So it is the sound fear. Then care. Care. So that is the sound air. Air. Next one, gow. G-O എന്നുള്ളത് go എന്നല്ല, gow. Gow. Then P-O-O-R. പൂവ. പൂവ. ഉവ എന്നുള്ള ശബ്ദം വരുന്നു. Then C-O-W. Cow. Cow. Ow. Ow. So these are the 8 diphthongs in English. Altogether 20 vowels in English. In Englishലെ 20 വോവലുകൾ ഒന്നായിട്ടൊരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം. E as in read. E as in sit. O in the word book. Ook. O to. Ear. Sorry. Next one. A as in the word men. N. Men എന്നുള്ള വാക്കിലെ N. A എന്നുള്ള ഉച്ചാരണമാണ്. അതുകൊണ്ടാണ് അത് A എന്നുള്ളത്. Then America. America. Teacher. Teacher എന്നുള്ളതിൽ അവസാനത്തെ ഫൊണീം America എന്നുള്ളതിൽ ആദ്യത്തെ ഫൊണീം. About എന്നുള്ളതിൽ ആദ്യത്തെ വേർഡ് America. ആദ്യത്തെ ലെറ്റർ. Then word. Word. അതുപോലെ girl. Earl. Next one, O. Sort. Then A. A എന്നുള്ളത് as in cat. 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 A. Then A as in but. 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 A. Then part. 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 Art. Then not. O. Not. Ought. Not. O. These are the 12 pure vowels in English language. Then 8 diphthongs. Ear as in the word hear. A as in the word day. Tua as in the word ua as in the word tua. Oi as in the word boy. Ow. Gow. Ear. Where. I. My. Ow. How. So altogether these are the 20 vowels in English.